യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തനത്തിലെ ഒരു വചനത്തോടെ നമ്മൾ തുടങ്ങിയ സങ്കീർത്തനം 40:17. കർത്താവേ, ഞാൻ പാവപ്പെട്ടവനും ദരിദ്രനുമാണ്, എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. കർത്താവിന് നിന്നെപ്പറ്റി, നിന്റെ കുടുംബത്തെ പറ്റി, മക്കളെ പറ്റി കരുതലുണ്ട്. അതിൻ്റെ ബാക്കി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ്, എൻ്റെ ദൈവമേ വൈകരുത്. അങ്ങ് എൻ്റെ സഹായകനാണ്, എൻ്റെ വിമോചകനാണ്. എൻ്റെ ദൈവം എൻ്റെ സഹായകനാണ്, എൻ്റെ വിമോചകനാണ്. എന്നെ സഹായിക്കാൻ എൻ്റെ പ്രതിസന്ധിയിൽ, അല്ലെ എൻ്റെ വേദനകളിൽ, എൻ്റെ പരാജയങ്ങളിൽ എന്നെ സഹായിക്കാൻ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അങ്ങ് എൻ്റെ വിമോചകനാണ്. അപ്പോൾ എനിക്ക് മോചനം ലഭിക്കേണ്ട ചില മേഖലകളുണ്ട്. ഒരു മോചനം എനിക്ക് ആവശ്യമുണ്ട്. സമഗ്ര വിമോചകനാണ് കർത്താവായ യേശു ക്രിസ്തു. എനിക്കൊരു മോചനം ആവശ്യമുണ്ട്. ഒരു മദ്യപാനമാകാം, ജഡികഭാഗമാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മേഖലകളാകാം, എന്തുമാവട്ടെ, എനിക്ക് ഒരു മോചനം ആവശ്യമുണ്ട്. അതാണ് യേശു പറഞ്ഞത്: യേശു ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ആസക്തിയുടെ ബന്ധനങ്ങളിൽ നിന്ന്, പാരമ്പര്യ ബന്ധങ്ങളിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, ശാപത്തിൽ നിന്ന് എനിക്ക് മോചനം ആവശ്യമുണ്ട്. കർത്താവേ, അങ്ങ് എൻ്റെ സഹായകനാണ്. കർത്താവേ, അങ്ങ് എൻ്റെ വിമോചകനാണ്. എൻ്റെ ദൈവമേ വൈകരുതേ. കരമുയർത്തിയെന്ന് വിളിച്ചേ: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ വൈകരുതേ, വൈകരുതേ. ഒരിക്കൽ കൂടി: എൻ്റെ ദൈവമേ വൈകരുതേ. എൻ്റെ യേശുവേ വൈകരുതേ. എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ വൈകരുതേ, വൈകരുതേ. എനിക്ക് സഹായം നൽകുവാൻ, എന്നെ മോചിപ്പിക്കുവാൻ എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, നീ വൈകരുതേ. നീയാണ് എൻ്റെ സഹായകൻ, നീയാണ് എൻ്റെ വിമോചകൻ. നീ വൈകരുത്. അല്ലല്ലോ, ഇത് പ്രാർത്ഥനയാണ്. നീ വൈകരുത്. കർത്താവിന് എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ മക്കളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് ചിന്തയുണ്ട്. നിന്നെക്കുറിച്ച് കർത്താവിന് ചിന്തയുണ്ട്. കർത്താവിന് നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നീ കള്ളുകുടിയനോ വ്യഭിചാരിയോ തെമ്മാടിയോ എന്തുമായിക്കൊള്ളട്ടെ, യേശുവിന് നിന്നെ മറക്കാൻ പറ്റില്ല. നീ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ്. നീ യേശുവിൻ്റെ സ്വന്തമാണ്. അല്ലെങ്കിൽ യേശു നിന്നെ മറക്കുന്ന പ്രശ്നമില്ല. അല്ലെങ്കിൽ യേശു നന്ദി. യേശു നിന്നെ മറക്കുവോ? ഇല്ല. യേശു നിന്റെ
മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോ പാപിയുടെയും മടങ്ങി വരവ് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് കാത്തിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് സമറിയാക്കാരുടെ ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ ധ്യാനിക്കാം. സിക്കാർ എന്ന പട്ടണത്തില് യേശു ഇങ്ങനെ കടന്നു പോകുമ്പോൾ യാക്കോബിന്റെ കിണറിന്റെ കരയിൽ യേശു അവിടെ ഇരുന്നു. യാക്കോബിന്റെ കിണറിന്റെ കരയിൽ യേശു ഇരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാര് പട്ടണത്തിലേക്ക് ഭക്ഷണം വാങ്ങുവാനായിട്ട് പോയി. യേശു ഒരു വ്യക്തിയെ കാത്തിരിക്കുകയാണ്. യാക്കോബിന്റെ കിണറിന്റെ കരയിൽ യേശു ഒരു വ്യക്തിയെ കാത്തിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ കാത്തിരിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷമാണ്. കാത്തിരിക്കാൻ ആരുമില്ലെങ്കിൽ ജീവിതത്തിന് പലപ്പോഴും ഒരു അർത്ഥം തോന്നത്തില്ല. കാത്തിരിക്കാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. ആ അനുഭവത്തിൽ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അടുത്ത നാളിൽ ഒരമ്മ നമ്മുടെ കൺവെൻഷൻ പങ്കെടുത്താണ്. അമ്മ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൻ 29 വർഷമായി വീട് വിട്ടുപോയിട്ട് 29ാമത്തെ വർഷമായത്. എൻ്റെ മോനെ തിരിച്ചു കിട്ടും, അവൻ എവിടെയാണെന്ന് അറിയത്തില്ല. വീട്ടിൽ നിന്ന് പോയതാ. 29 വർഷമായിട്ട് ഒരമ്മ തൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുക. ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അമ്മ എന്നോടൊരു ചോദ്യം ചോദിച്ചു, എൻ്റെ മോൻ മടങ്ങി വരുമോ, എവിടാണെന്ന്. ഞാൻ പറഞ്ഞു, അമ്മച്ചി പ്രാർത്ഥിക്കാം. അമ്മയ്ക്കൊരു എനിക്കൊന്നൊരു 60 വയസ്സെങ്കിലും പ്രായമുണ്ട്. 60 വയസ്സെങ്കിലും പ്രായമുള്ള അമ്മ കാത്തിരിക്കുകയാണ്. 29 വർഷം മുൻപ് വീട് വിട്ടുപോയ മോനെക്കുറിച്ച് ഒരറിവില്ല. അതിനുശേഷം 29 വർഷമായിട്ട് തൻ്റെ മകനെ കാത്തിരിക്കുന്ന ഒരമ്മ. അമ്മയുടെ ഹൃദയത്തിൻ്റെ വേദന നോക്കി, ഒരമ്മയുടെ സങ്കടം. കാത്തിരിക്കാൻ ഒരാളുണ്ട് എന്നുള്ളത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമാണ്. ഞാൻ ഒരിക്കൽ USA ധ്യാനം നടത്തുമ്പോൾ ഒരു ചേച്ചി എന്നോട് പങ്കുവെച്ച അനുഭവം. കണ്ണൂരാണ് വീട്. ആ ചേച്ചി പറയുകയാണ്, ബ്രദറെ, നേരത്തെയൊക്കെ ഞാൻ എല്ലാ വർഷവും നാട്ടിൽ പോവായിരുന്നു. ആങ്ങളമാർ 2 പേര് നാട്ടിലുണ്ട്. കോഴിക്കോടാണ് വീട്. എല്ലാ വർഷവും മുടങ്ങത്തില്ല, നാട്ടിൽ പോകും. കാരണം അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്. എല്ലാ വർഷം പോയി അപ്പച്ചനും അമ്മച്ചനും കൂടെ ഒരു 3 ആഴ്ചയെങ്കിലും ആയിരിക്കും, എന്നിട്ട് തിരിച്ചു പോരുള്ളൂ. നാട്ടില് കാത്തിരിക്കാനായിട്ട് ഒരപ്പച്ചനുണ്ട്, ഒരമ്മച്ചിയുണ്ട്. അതായിരുന്നു ആ ചേച്ചിയുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ആദ്യം അപ്പച്ചൻ മരിച്ചുപോയി. അമ്മ പറയുകയാണ്, ആ ചേച്ചി പറയുകയാണ്, അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ 8-9 വർഷമായി. അപ്പച്ചൻ മരിച്ചതിൻ്റെ വലിയ സങ്കടമാണ്. ആ ചേച്ചിയുടെ ഹൃദയത്തിൽ അപ്പന് വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു, വലിയ സ്നേഹമായിരുന്നു. പിന്നീട് ഒത്തിരിയേറെ സ്നേഹിച്ച അമ്മ, ആ ചേച്ചി പറയുകയാണ്, ഈ കഴിഞ്ഞ വർഷം എൻ്റെ അമ്മച്ചി മരിച്ചു. എല്ലാ വർഷവും നാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന എനിക്കിപ്പോൾ നാട്ടിലേക്ക് പോകണമെന്നുള്ള ഒരു ആഗ്രഹം പോലും മനസ്സിലില്ലെന്നായിരിക്കുക. കാരണം നേരത്തെ കാത്തിരിക്കുവാനായിട്ട് ഒരപ്പനുണ്ടായിരുന്നു, ഒരമ്മയുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞുങ്ങളും നാട്ടിലേക്ക് ചെല്ലുമ്പോൾ തിരുവനന്തപുരത്ത് അല്ലെ നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുക. അല്ലെ കോഴിക്കോട് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ കാത്തിരിക്കുക. തൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ട രുചികരമായ ഭക്ഷണമൊക്കെ പാവ അമ്മച്ചെല്ലാം ഒരുക്കി അപ്പനമ്മയും കാത്തിരിക്കുക. കാത്തിരിക്കുന്ന ഒരപ്പൻ, കാത്തിരിക്കുന്ന ഒരമ്മ. ആദ്യം അപ്പം പോയി, പിന്നെ അമ്മ പോയി. ഇതൊക്കെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഹൃദയത്തിലെ പലരുടെയും നൊമ്പരമാണ്. ആ ചേച്ചി പറയാം, ബ്രദറെ, ഇപ്പോൾ നാട്ടിൽ പോയിട്ട് 2 വർഷമായി. നാട്ടിലേക്ക് പോകാനൊന്നും അങ്ങോട്ട് മനസ്സിന് ഒരു സന്തോഷമില്ല. അവർ പോയി, 2 ആങ്ങളമാരുണ്ട്, നല്ല ഈ വർഷം ഒന്ന് പോകണം, അത്രയേ ഉള്ളൂ കേട്ടോ. കാത്തിരിക്കാൻ നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിന് എന്താ ഒരു സന്തോഷമുള്ളൂ. കാത്തിരിക്കാൻ ആരുമില്ല. എന്താ അർത്ഥം ഇരിക്കുന്നത്? ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു 7 വർഷമാണ് എൻ്റെ അമ്മ മരിച്ചിട്ട്. ഞാൻ നവീകരണത്തിൽ വന്ന ശുശ്രൂഷയിലായിട്ട് ഇത് 30ാമത്തെ വർഷമാണ്. ഞാൻ എവിടെ ധ്യാനത്തിനോ കൺവെൻഷനോ എവിടെ പോയാലും എൻ്റെ വീട്ടിൽ വന്ന് കയറിയാൽ ഉടൻ ഞാൻ ഫോണെടുത്ത് ആദ്യം വിളിക്കുന്ന മമ്മിയായിരിക്കും. മമ്മിയെ വിളിക്കും, ധ്യാനസ്ഥലത്താണ് വിളിക്കും. അതാണ് എൻ്റെ സ്വഭാവം. അതായിരുന്നു. 7 വർഷം മുമ്പ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അറ്റാക്കായിരുന്നു, പെട്ടെന്ന് പോയി.
ഇപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ നല്ലൊരു ശൂന്യതയാണ്. ഞാൻ ചെന്നിട്ട് അടുക്കളയിലൊക്കെ പോയി അവിടെ എല്ലാം ഞാനെല്ലാം ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും. മനസ്സ് ഭയങ്കര വേദനയാണ്. കാരണം അമ്മ മരിച്ചുപോയി. അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് ചെന്നാൽ ഉടനെ നിൽക്കുന്ന അവിടെ ചായ വേണോ, കാപ്പി എടുക്കണോ, ഇന്ന വയ്യെങ്കിലും ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം സ്റ്റൗ ഒക്കെ കത്തി ചായയോ അവിടെ ഇരിക്കും, ഞാൻ ചായയും കാപ്പിയൊക്കെ എടുത്തരും. ഉണ്ടോ? കാത്തിരിക്കാൻ ഒരമ്മയുണ്ടാവുക, കാത്തിരിക്കാൻ ഒരപ്പനുണ്ടാവുക, കാത്തിരിക്കാൻ ഒരു ജീവിത പങ്കാളി, ഒരു ഭാര്യ ഉണ്ടാവുക, കാത്തിരിക്കാൻ ഒരപ്പനുണ്ടാകുക, ഇത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ്. ഇതാ കിണറിന്റെ കരയിൽ യേശു കാത്തിരിക്കുകയാ. യേശു കാത്തിരിക്കുന്നത് ഒരു വിശുദ്ധയെ അല്ല, പാപത്തിന്റെ ചെളിക്കുണ്ടിൽ കിടക്കുന്ന, പാപത്തിന്റെ അഴുക്കുചാലിൽ ജഡസുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സമറിയാക്കാരി സ്ത്രീ, പാപസുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരു സ്ത്രീയെ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ കർത്താവായ ക്രിസ്തു കാത്തിരിക്കുക. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ തിരിച്ചു വരവിന് വേണ്ടി നമ്മളൊന്ന് തിരിച്ചു വരുവാൻ, അവന്റെ ഹൃദയത്തിന്റെ ഭാഗമായിട്ട് മാറുവാൻ യേശു ആഗ്രഹിക്കുന്നു. യേശു ആ കിണറ്റിന്റെ കരയിൽ കാത്തിരിക്കുമ്പോൾ ശിഷ്യന്മാർ പട്ടണത്തിലേക്ക് പോയിരിക്കുക ഭക്ഷണം വാങ്ങുവാനായിട്ട്. അവിടെ ആരുമില്ല. യേശു ഒരാളെ കാത്തിരിക്കുക. യേശു ഒത്തിരി സ്നേഹിച്ച ഒരു വ്യക്തി, യേശു തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരു മകൾ. അവൾ പാപത്തിൻ്റെ അങ്ങേയറ്റത്ത് ജീവിക്കുന്നവളാണ്. പക്ഷേ അവൾക്ക് യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇടമുണ്ടായിരുന്നു. ഏതൊരു പാപിക്കും, ഏതൊരു തിന്മയിൽ ജീവിക്കുന്ന വ്യക്തിക്കും, ആസക്തികൾക്ക് അടിമപ്പെട്ട വ്യക്തികൾക്കും യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇടമുണ്ട്. നിന്നെ ആരൊക്കെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും യേശുവിന് നിന്നെ ഉപേക്ഷിക്കാനായിട്ട് ആവില്ല. നീ എത്ര വലിയ പാപിയായിക്കൊള്ളട്ടെ, നിരന്തര പാപത്തിന്റെ ആസക്തിയിൽ മുഴുകി ജീവിക്കുന്ന വ്യക്തിയാവട്ടെ, യേശുവിന് നിന്നെ വേണം. അവൻ തന്റെ രക്തം കൊടുത്തുകൊണ്ട് നിന്നെ വിലയ്ക്ക് വാങ്ങിയതാ. യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. നീ എന്ന വ്യക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നീ സ്വർഗത്തിലില്ലെങ്കിൽ അത് യേശുവിന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ സങ്കടമാ. ഹല്ലേലൂയ. നീ സ്വർഗത്തിൽ യേശുവിൻ്റെ കൂടെ എന്നും ഉണ്ടാവണം. അത് യേശുവിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. 2000 വർഷം മുൻപ് കാൽവരിയിൽ ക്രിസ്തുവിന്റെ നെഞ്ചു കുത്തിപ്പിളർന്നു. ആ പിളർക്കപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളിൽ മദ്യപാനിക്കിടമുണ്ട്, കള്ളനിടമുണ്ട്, വേശ്യക്കിടമുണ്ട്, ചുങ്കക്കാരിടമുണ്ട്. ഏതൊരു പാപിക്കും, ഏതൊരു മോശക്കാരനും ക്രിസ്തുവിൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇടമുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പലരെയും പുറത്താക്കി. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും, ജീവിതത്തിൽ നിന്നും, സ്വന്തം രക്തത്തിൽപ്പെട്ടവരെ, സ്നേഹിതരെ ആരെ പുറത്താക്കിയാലും, നിങ്ങൾ ആരെയൊക്കെ പുറത്താക്കിയോ ആ പുറത്താക്കപ്പെട്ടവർ മുഴുവൻ ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ ആരെ ഹൃദയത്തിൽ നിന്ന്, സ്നേഹത്തിന്റെ വലയത്തിൽ നിന്ന് വെട്ടിപ്പുറത്താക്കിയോ അവർക്കെല്ലാം ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലിടമുണ്ട്. ഹല്ലേലൂയ. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ആരെ തള്ളിക്കളഞ്ഞാലും, ആരെ വീഴ്ചാലും അവരൊക്കെ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ ഇടമുണ്ട് എന്ന് തിരിച്ചറിയണം. നമ്മൾ ക്രിസ്തുവിന്റെ നെഞ്ചിന്റെ ഉള്ളിൽ എല്ലാവർക്കും ഇടമുണ്ട്. ആ ഹൃദയം മാനവരാശിക്ക് വേണ്ടി കുത്തിപ്പിളർക്കപ്പെട്ട, തുറക്കപ്പെട്ട എല്ലാവർക്കും അതിൻ്റെ ഉള്ളിലിടമുണ്ട്. നിന്റെ പേര് എൻ്റെ കൈവെള്ളയിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ മുറിവേറ്റ കൈവെള്ളയിൽ നിന്റെ പേരുണ്ട്. നിന്റെ പേര് ആ കൈവെള്ളയിൽ എഴുതിയിട്ടുണ്ട്. യേശു എപ്പോൾ കൈയെടുത്താലും നിന്റെ പേരതെ കാണും. നിന്റെ പേര് ആ കൈവെള്ളയുണ്ട്. നീ എത്ര പാപി ആയിക്കൊള്ളട്ടെ, ആ പേര് അവൻ മായ്ച്ചു കളയത്തില്ല. ഹല്ലേലൂയ. നിന്നെ ഉപേക്ഷിക്കാൻ യേശുവിന് പറ്റത്തില്ല. ഹല്ലേലൂയ. പറ്റുമോ? പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. ഒരു വീട്ടിൽ 4-5 മക്കളുണ്ട്. വീട്ടിലെ ഇളയ മോൻ
മാതാപിതാക്കൾ ഒത്തിരി സ്നേഹിച്ച് ഓമനിച്ച് വളർത്തിയതാണ്. അവന് ഡിഗ്രിക്കൊക്കെ പഠിക്കാനൊക്കെ പോയ സമയത്തിന് കോളേജിൽ പോയി തല്ലിപ്പൊളിയായി. പാർട്ടി കളിച്ചും തോന്നിവാസം കളിച്ചും വിദ്യാഭ്യാസമൊക്കെ നഷ്ടപ്പെടുത്തി ഉഴപ്പി. പിന്നെ വിദ്യാഭ്യാസമെല്ലാം പോയി നാട്ടിൽ വന്നു. നാട്ടിൽ നിന്നിട്ടും പിന്നെ പാർട്ടിയുടെ പുറകെ അതിൻ്റെ പുറകെ ഇങ്ങനെ നടന്നു. തല്ലിപ്പൊളിയായിട്ട് കള്ളം കുടിച്ച് കൂട്ടുകൂടി ഇങ്ങനെ നടക്കുകയാണ്. അവനെങ്ങനെ നടന്നാലും അവൻ വീട്ടിൽ നിന്ന് പൈസ ഒക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പനും അമ്മയൊക്കെ വഴക്കം ഞാൻ ഒരു രക്ഷയില്ല. ഏത് പാതിരാത്രിക്കോ 1 മണിക്കോ 2 മണിക്കോ ഇവൻ വന്ന് ഒന്ന് കഥയെ മുട്ടിയല്ലേ കോളിംഗ് ബെൽ അടിച്ചാൽ അടുത്ത സെക്കൻഡിൽ അമ്മ എഴുന്നേറ്റ് വന്ന് കഥ തുറന്നിരിക്കും. കാരണം കാത്തിരിക്കാൻ ഒരമ്മയുണ്ട്. ആ അമ്മ അവൻ അത്താഴം വിളമ്പി വെച്ചിരിക്കുകയാ, കാത്തിരിക്കുക. എൻ്റെ മോൻ അവൻ കല്ലുകുടിയനാ, തെമ്മാടിയാ, തല്ലിപ്പൊളിയാ. പക്ഷെ അവൻ രാത്രിയുടെ ഏതെങ്കിലും യാമങ്ങളിൽ ഒരുപക്ഷെ സുബോധമില്ലാതായിട്ടാണ് വരുന്നത്. അവൻ വരും. അമ്മ കാത്തിരിക്കുകയാണ്. ഒരു ദിവസം അപ്പൻ മകനെ നന്നായിട്ട് വഴക്കൊക്കെ പറഞ്ഞു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, എടി ഇനി അവന് ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്താൽ നിന്റെ മുട്ടുകാൽ ഞാൻ തള്ളി ഓടിക്കും. അപ്പം പറയുക, അവൻ ഒരു നേരത്തെ ഭക്ഷണം നീ കൊടുത്തേക്കരുത്, നിന്നെ മുട്ടുകാൽ ഓടിക്കും എന്നൊക്കെ പറഞ്ഞു. പാവം അമ്മച്ചൊന്നും മിണ്ടിയില്ല. അപ്പൻ സങ്കടവും ദേഷ്യം കൊണ്ടൊക്കെ ഇത് പറഞ്ഞു. അന്ന് രാത്രിയിൽ പാതിരാക്കെ കഴിഞ്ഞപ്പോൾ സാമാന്യ ലഹരിയുണ്ട് വന്ന് വിളിച്ചു. അമ്മ ചെന്ന് കതവ് തുറന്നു. അവൻ അകത്ത് കയറി, കാലൊക്കെ വേച്ചു പോകുന്നുണ്ട്. റൂമിലേക്ക് പോയിട്ട് പാനും ഷർട്ടൊക്കെ ഊരിയിട്ടു. ചെന്നിട്ട് അമ്മ വിളിച്ചു, മോനെ നീ വല്ലതും കഴിച്ചോടാ, വാടാന്ന് പറഞ്ഞ് പാവം അമ്മ വിളിച്ചോണ്ട് പോയി അടുക്കളയിൽ കൊണ്ടുപോയി. കാരണം ഇവനുള്ള ചോറും കറിയും ആ വീട്ടിൽ എന്തുണ്ടാക്കിയോ അതവിടെ എടുത്തു വെച്ചു. അമ്മയെ അടുത്തിരുന്നു. അവൻ കൈയൊക്കെ ഇട്ട് കഴിയിട്ട് വന്നിന്ന് കഴിക്കുക. അപ്പൻ രാവിലെ പറഞ്ഞാൽ നിന്നെ മുട്ടുകാലൊടിക്കുന്നു. പാവ അപ്പച്ചൻ ഇവൻ വന്നത് പറഞ്ഞു, അമ്മ കഞ്ഞി കൊടുക്കുന്നു പറഞ്ഞു, എല്ലാം അറിഞ്ഞു. അപ്പച്ചൻ എഴുന്നിട്ടില്ല. അപ്പച്ചൻ ആ കട്ടിലേക്ക് കിടക്കുക. കയ്യിലൊരു കൊന്തയുണ്ട്. ആ കൊന്ത ചൊല്ലി മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ. സ്നേഹനിധിയ. ആ മനുഷ്യൻ ദേഷ്യം വരുമ്പോൾ പറയുന്നുള്ളൂ. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഇതാണൊരപ്പൻ. മകൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്നൊരു പിതാവ്. അമ്മ അവന് ഭക്ഷണമെല്ലാം കൊടുത്തു. അവൻ കൈയൊക്കെ കഴുകി എഴുന്നിട്ട് പോയി. അമ്മ ഈ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ചെന്ന് കിടക്കാൻ നേരത്ത് അപ്പൻ ചോദിച്ചു, എടി അവൻ വയറ് നിറച്ച് കഴിച്ചു? കഴിച്ചു. ആ ആട്ടെ പോട്ടെ. അപ്പൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയ കാത്തിരിക്കുന്ന ഒരപ്പൻ. പാപത്തിന്റെ അഴുക്കുചാലിൽ മക്കൾ ജീവിക്കുമ്പോൾ കാത്തിരിക്കുന്ന ഒരമ്മ. രാത്രിയുടെ യാമങ്ങളിൽ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് ഉറങ്ങാതെ കിടക്കുന്ന ഒരമ്മ. കാത്തിരിക്കുന്ന ഒരപ്പനും ഒരമ്മയും നമുക്കുണ്ടായിരിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമാണ്. ഒരുപക്ഷെ അവരൊക്കെ കടന്നുപോയി കഴിയുമ്പോഴേ ഈ വേദന മനസ്സിലാവത്തുള്ളൂ. അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ മറ്റേയാൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവുന്നു. അതുവരെ മനസ്സിലാവത്തില്ല. അതുവരെ അത് തിരിച്ചറിയാൻ പറ്റില്ല. ഒരാള് വേർപിരിഞ്ഞ് കഴിയുമ്പോൾ വേർപിരിഞ്ഞ വ്യക്തിയുടെ വില, വേർപിരിഞ്ഞ വ്യക്തിയുടെ ആ സ്നേഹം, ആ കരുതൽ മനസ്സിലാവത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു. അവൻ രക്തം കൊടുത്തു നിന്നെ വിലയ്ക്ക് വാങ്ങിയതാ. അവൻ കാത്തിരിക്കുകയാ നിന്റെ തിരിച്ചു വരവിന് വേണ്ടി. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിനക്കിടമുണ്ട്. നിന്നെ അവൻ തള്ളിക്കളയത്തില്ല. നീ എത്ര പാപം ചെയ്ത വ്യക്തിയുമായിക്കോട്ടെ, വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, ആർക്കും വേണ്ട. പക്ഷേ യേശുവിന് നിന്നെ വേണം. യേശുവിന് നിന്നെ വേണം. യേശുവിന് നിന്നെ വേണം. അതാണ് യേശുവിന്റെ സ്നേഹം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുക. യാക്കോബിന്റെ കിണറിന്റെ കരയിൽ യേശു കാത്തിരിക്കുകയാണ്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ച ഒരു സ്ത്രീയൊന്നുമല്ലത്. നാട്ടുകാർക്കൊക്കെ അവളെ അറിയാം. അവൾ വന്നപ്പോൾ യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, കുടിക്കാൻ ഇത്തിരി വെള്ളം വേണം. അവൾക്ക് മനസ്സിലായി ഇത് യഹൂദനാണ്. അവൾ പറഞ്ഞു, യഹൂദന്മാരും സമരിയാക്കാരുമായിട്ട് വലിയ അടുപ്പവും ബന്ധമൊന്നുമില്ല. ഞാൻ ആരാണെന്ന് അറിഞ്ഞെങ്കിൽ നീ എനിക്ക് വെള്ളം തരുമായിരുന്നു. ഞാൻ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ജീവജലം ചോദിക്കുമായിരുന്നു. ജീവജലം നിനക്ക് ഞാൻ തരുമായിരുന്നു. അവൾക്കത് ഒരു പുതിയ അറിവാണ്. എന്താണ് ഈ ജീവജലം? ഒരു പുതിയ അറിവായിട്ട് അവൾ മനസ്സിലാക്കുന്നത്. അവളെ പറഞ്ഞു, ശരി, അത് എനിക്ക് കിട്ടിയാൽ കൊള്ളാം ജീവജലം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്.
നീ നിന്റെ കെട്ടിയവനെ കൂട്ടിക്കൊണ്ട് കിടന്നു. നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വന്നാൽ ജീവജലം തരാം. പിന്നെ അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല. നീ പറഞ്ഞത് ഇപ്പം പറഞ്ഞ സത്യം കേട്ടോ. പക്ഷെ നിനക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നു? 5 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളയാളോ ഭർത്താവല്ല. ഇപ്പോൾ ഉള്ളയാൾ ഭർത്താവല്ല. നേരത്തെ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ള ആളിന് ഭർത്താവുമല്ല. അപ്പോൾ ആ സ്ത്രീയുടെ സ്വഭാവം ഏകദേശം നമുക്കൊന്ന് ഊഹിക്കാം. ഒത്തിരി 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 അല്ലേ, തെറ്റിൻ്റെ വഴികളിലൂടെ ഏതോ ജീവിത സാഹചര്യങ്ങൾ കടന്നു പോയത്. ഒരിക്കലും നമുക്ക് ആ സ്ത്രീയെ വിധിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിയെ ഒരിക്കലും നമുക്ക് വിധിക്കാനായിട്ട് പറ്റില്ല. തെറ്റുകാരായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല മാനുഷികമായിട്ടുള്ള കണ്ണുകളിൽ. അപ്പം ആ സ്ത്രീ വളർന്ന സാഹചര്യമാകാം, അല്ലെ ബലഹീനതയാകാം. അങ്ങനെ തെറ്റിലൂടെ അങ്ങനെ കടന്നുപോയി. 5 ഭർത്താക്കന്മാർ, ഇപ്പോഴുള്ള ഭർത്താവുമല്ല. ഇതാണ് ആ സ്ത്രീയുടെ അവസ്ഥ എന്ന് പറയുന്നത്. പാവം. പക്ഷെ അവളോട് യേശുവിന് സ്നേഹമായിരുന്നു. അതാണ് യേശുവിൻ്റെ സ്നേഹം. എനിക്കും നിങ്ങൾക്കും പാപികളെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കും, നല്ലവരെ നമ്മൾ സ്നേഹിക്കും. നല്ലവരോട് നമുക്ക് ഇഷ്ടമാണ്. ആണോ? അതെ. ഒരു വ്യക്തി കള്ളുകൂടിയനാ, തെമ്മാടിയ, മോശക്കാരനാ, നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇടം കൊടുക്കാൻ പറ്റുമോ? ഇതാണ് ക്രിസ്തുവിന്റെ മനസ്സ്, ഇതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ഈ ഒരു ഹൃദയമാ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ എത്രയോ പേരെ പണ്ടേ തന്നെ പുറത്താക്കി കളഞ്ഞു അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ലവരെ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണം. മോശക്കാരെ ഒന്നും നമ്മുടെ ഹൃദയത്തിൽ വേണ്ട. തെറ്റിപ്പോയി നമുക്കൊക്കെ. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ തേടിയാണ്. കള്ളന്മാരെ, കൊള്ളക്കാരെ, തെമ്മാടികളെയും പലിശക്കാരെയും ഒക്കെ ആയിരുന്നു യേശു വേണ്ടത്. യേശു അവരെയൊക്കെ ഹൃദയപൂർവ്വം സ്നേഹിച്ചു. അതുമാത്രമല്ല, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അവരെ സ്നേഹിച്ചു, ഭക്ഷണം കഴിച്ച് അവരുടെ കൂടെ ഇരുന്നു. അന്നത്തെ സമൂഹത്തിലെ മാന്യന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു, ഇത് കണ്ടില്ലേ, അവൻ ചുങ്കക്കാരുടെ കൂടെയും പാപിയുടെ കൂടെയൊക്കെ ഭക്ഷണം കഴിക്കുന്നു. എന്തായി കാണിക്കുന്നത്? സമൂഹത്തില് വെറുക്കപ്പെട്ടവര്, അവഗണിക്കപ്പെട്ടവര്, ആർക്കും വേണ്ടാത്തവര്, പാപികള്, തെമ്മാടികള്, അവരെ സ്നേഹിക്കുന്ന സ്നേഹമാ ക്രിസ്തുവിന്റെ സ്നേഹം. അതാ യേശു കാത്തിരിക്കുകയാ. വിടിരിക്കുന്ന ഓരോരുത്തരും തിരിച്ചുവരവ്. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെയാണെന്ന്. പരിശോധിക്കണ ഹൃദയം. നമ്മളൊക്കെ ക്രിസ്തുവിൽ നിന്ന് വളരെ അകലെ തന്നെയാണ്. അടുത്തൊന്നും ആയിട്ടില്ല. ക്രിസ്തുവുമായിട്ട് നമുക്ക് അല്പം ബന്ധമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ക്ലോസ് ബന്ധത്തിൽ ഇതുവരെ ആയിട്ടില്ല. ആയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. വരണം. നമ്മൾ കർത്താവിനോട് എത്രമാത്രം ചേരാമോ, എത്രമാത്രം അടുക്കാമോ, അത്രമാത്രം നമ്മൾ അടുക്കണം. അതാ കർത്താവായ യേശു ആഗ്രഹിക്കുന്നത്. ഒരു മാറ്റം, ഒരു സമൂലമായ പരിവർത്തനം. നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ ചിന്താഗതികൾ ഒക്കെ ക്രിസ്തുവിൻ്റെ മനസ്സിന് ചേർന്ന വിധമായിട്ട് മാറേണ്ടിയിരിക്കുന്നു. എൻ്റെ മനസ്സ്, എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ ചിന്തകള് ക്രിസ്തുവിൻ്റെ മനസ്സിന് ചേർന്ന വിധമായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം മാറണം, നമ്മുടെ മനസ്സ് മാറണം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഇടം കൊടുക്കണം. പാപിക്കും, ചുങ്കക്കാരനും, നല്ലവനും, എല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയണം. അവൻ കാത്തിരിക്കുകയാ നിന്നെ ഒന്ന് തൊടുവാൻ, നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്റെ രോഗം സൗഖ്യപ്പെടുത്തുവാൻ, നിന്റെ മക്കളെ അനുഗ്രഹിക്കുവാൻ അവൻ കാത്തിരിക്കുന്നു. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, പൈശാചിക ബന്ധനത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരുവാൻ അവൻ കാത്തിരിക്കുകയാ. കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്, കരുണയുടെ ദൈവം. അവന്റെ പേരാണ് ക്രിസ്തു. സൂസിയുടെ വീട് എവിടെയാ? ഏത് ചെവിയാ കേൾക്കില്ലാത്ത? വലത്തെ ചെവി. എത്ര വർഷമായി? ഉദ്ദേശം എത്ര വർഷമായി? 15 കൂടുതലായി. ആ ചെവി ഓപ്പറേഷൻ പറഞ്ഞാണോ? കർത്താവ് സൗഖ്യം തരട്ടെ എന്ന് വിചാരിച്ച് ഈ ചെവിക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. ആ ചെവി കർത്താവ് തുറക്കോ? 15 വർഷമായിട്ട് കേൾവിയില്ല. ഈ തുവാല കയ്യിൽ നിന്ന് പിടിച്ച് ആ ചെവിയിൽ ഇച്ചിരി വെച്ചു. അങ്ങോട്ട് തിരിഞ്ഞേ. ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ തുവാലയാണ് കൈ കൊടുത്തിരിക്കുന്നത്. ആ തുവാലയാണ് ഈ സഹോദരി ഈ ചെവിയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു അത്ഭുതങ്ങൾ ചെയ്യും.
ആരൊക്കെ അവിശ്വസിച്ചാലും യേശു അത്ഭുതം ചെയ്യും, ഉറപ്പാണ്. യേശയ്യ 53:5 അവൻ്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ ശരീരം ഏറ്റുവാങ്ങിയ ക്ഷതങ്ങള്, മുറിവുകൾക്ക് അതിലൂടെ സൗഖ്യം നമ്മിലേക്ക് ഒഴുകുകയാണ്. ലൂക്ക 6:19 അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, രോഗികൾ സൗഖ്യം പ്രാപിച്ചു. ആരും പേടിക്കണ്ട, ആരും പേടിക്കണ്ട, പേടിക്കണ്ട, ആരും പേടിക്കണ്ട. കർത്താവിൻ്റെ ശക്തി അവളിലൂടെ കടന്നു പോകുക. ആ ചെവി തുറക്കും, ആ ചെവി കേട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശക്തിയുടെ പ്രവാഹമാണ്, ദൈവശക്തിയുടെ പ്രവാഹമാണ്. ഞാൻ ഉപയോഗിക്കുന്ന തുവാല അവിടെ ചെവിയെ വെച്ചിട്ടേ ഉള്ളൂ. കർത്താവ് തൊടും, കർത്താവ് തൊടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശു അവൻ ഇവിടെയുണ്ട്, ജീവിക്കുന്ന കർത്താവ് ഇവിടെയുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ജെറമ്യ 17:14 കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. ചേച്ചി അത് വരങ്ങന്ന് എന്തു പറ്റി? ശക്തി കടന്നുപോയ ശരീരത്തിലൂടെ എന്തോ ഒരു ശക്തി കടന്നുപോയി. കരയുന്നുണ്ട്. ഇടത്തെ ചെവി അടച്ച് യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂസി, ഐവാൻ. 2 പേര്. കേൾക്കാം. 15 വർഷമായിട്ട് കേൾക്കത്തില്ലാത്ത ചെവി ഇപ്പോൾ കേൾക്കാം. ഓക്കെ, ഈ തുവാല ഈ കാതെ വെച്ചുകൊണ്ട് നമ്മൾ എന്താ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ്? ശക്തി ഇങ്ങനെ പോകുന്ന പോലെ ഒരു ശക്തി ഇങ്ങനെ കടന്നു പോകുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. തൂവാല വെച്ചാൽ ശക്തി ഉണ്ടാവുമോ? ശക്തി കടന്നു പോവോ? സംശയിക്കാനൊന്നുമില്ല. പൗലോസ് അപ്പോസ്തലന്റെ ഉള്ളിൽ വസിച്ച പരിശുദ്ധാത്മാവ് തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. പത്രോസിന്റെ ഉള്ളിൽ വസിച്ച പരിശുദ്ധാത്മാവ് തന്നെ ഇരിപ്പുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ തുവാല വെച്ചപ്പോൾ സൗഖ്യം നടന്നെങ്കിൽ ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് എൻ്റെ ഉള്ളിൽ. ഹല്ലേലൂയ. സന്തോഷമായ ചേച്ചി, ആരാ സൗഖ്യം തന്നത്? യേശു. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ, അനുഗ്രഹത്തിൻ പെരുമഴ ചൊരിയണമേ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ, അനുഗ്രഹ പെരുമഴ ചൊരിയണമേ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, സുവിശേഷം തീ പോലെ